ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ റീസെൻ്റായിട്ട് പുറത്തിറങ്ങിയ ഒരു ന്യൂ ഡ്രാമയാണ് കേട്ടോ. ഡ്രാമയുടെ സ്റ്റാർട്ടിങ് കാണിക്കുന്നത് ഡ്രാമയിലെ ഹീറോയിനാണെങ്കിൽ കണ്ണ് കാണുന്നുണ്ടായിരിക്കില്ല. ഇപ്പോൾ ഈ ടൈമിലാണെങ്കിൽ അവൾക്ക് കാഴ്ച കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ വൈഫാണ് നമ്മുടെ ഹീറോയിൻ. അങ്ങനെ അവരെ വെഡ്ഡിങ് ഫോട്ടോ നോക്കാൻ കേട്ടോ. എന്നിട്ട് ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയാണ് എനിക്ക് കണ്ണിന് കാഴ്ച കിട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൾക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവാണ്. കാരണം 3 വർഷമായിട്ട് ഇവൾ ബ്ലൈൻഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇവളുടെ ഹസ്ബൻഡാണെങ്കിൽ ഇവൾ നല്ല രീതിയിൽ കെയർ ചെയ്തു. ഇവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും അവളെ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഇവളാണെങ്കിൽ നേരെ ഇവളെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. എനിക്ക് ആദ്യം കണ്ടത് നിന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹസ്ബൻഡ് കിടക്കുന്ന ബെഡ്റൂം ഉണ്ടല്ലോ ഇവരുടെ, അവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടേക്ക് പോകുന്ന ടൈമിൽ ഡോറ് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ടൈമിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരം കേൾക്കുന്നുണ്ട് ഹസ്ബൻഡിനും വേറൊരു പെണ്ണിൻ്റെ കേട്ടോ. എന്നിട്ട് ആ പെണ്ണാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാണ് നിൻ്റെ വൈഫ് എന്തായാലും ബ്ലൈൻഡ് അല്ലേ എന്ന് പറയുന്നുണ്ട്, അവളെ കണ്ണെന്തായാലും റെഡി ആവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പറയേണ്ട അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും റൊമാൻസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൾക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ഇവള് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. നോക്കണ സമയത്താണെങ്കിൽ ഇവൾക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് സഹിക്കാൻ പറ്റണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ അത്രയ്ക്ക് ഇവനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവങ്ങനെ ചീറ്റ് എന്നുള്ള ഒരിക്കലും പോലും വിചാരിച്ചില്ല. എന്നിട്ട് ഇവളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിൻ വന്നതാണെങ്കിൽ നമ്മുടെ ഹീറോ എന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ സെക്രട്ടറി ആയിട്ടായിരിക്കും ക്ലോസ് ആയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ പെണ്ണ് ഇവിടെയാണ് താമസിക്കുന്നത് കേട്ടോ. കാരണം ഇവള് ബ്ലൈൻഡായ കാരണം ആ പെണ്ണിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ സ്ഥാനത്തേക്ക് വരാനാണ് നോക്കുന്നത്. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഇവർ രണ്ടുപേരും വീണ്ടും റൊമാൻസ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറയുന്നുണ്ട് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളും ഓക്കെ എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഉണ്ടല്ലോ ഈ അസിസ്റ്റൻറ്റ് പെണ്ണുണ്ടല്ലോ ഇവളെ പേര് കെല്ലി എന്നാണ്. ഈ കെല്ലി എന്ത് ചെയ്യുന്നത് പറയട്ടെ, ഈ വെള്ളം കുറച്ച് തണുപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ആ ഗ്ലാസ് എടുത്ത് നിലത്തിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോ ആ പെണ്ണിൻ്റെ അടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ കാണുന്നുണ്ട്. ഇവൾക്കാണെങ്കിൽ നല്ല വിഷമം വരുന്നുണ്ട്. ഇനി ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിൻ എങ്ങനെയാണ് നമ്മുടെ ഹീറോയിൻ മീറ്റ് ചെയ്തതെന്ന്. ഹീറോയിൻ എന്ന് പറയുന്നത് ഒരു കാട്ടിലാണ് താമസിക്കേണ്ടതായിരിക്കും. ആ ടൈമിൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ എന്തോ പോയിസണായിട്ട് അവനോട് കിടക്കേണ്ടായിരിക്കും. ആ ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ പോയിസൺ വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അവൻ്റെ ജീവനാണെങ്കിൽ രക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോയെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയ്ക്ക് ബോധം വരുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, പേരെന്താന്ന്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനൊന്നും മിണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഹീറോയിനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവളെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനും ഇവൻ്റെ അടുത്ത് സംസാരിക്കേണ്ടി കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഇവളെ പേര് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും നമ്മുടെ ഹീറോയിനെ കണ്ടപ്പോൾ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇവർ പരസ്പരം മീറ്റ് ചെയ്തത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് പ്രണയമായി കേട്ടോ. പിന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഹീറോയിനും ഇവിടെ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഹീറോയിൻ എന്ന് പറയുന്നത് കാട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ തമ്മിൽ പ്രണയത്തിലായത് മാരേജ് ചെയ്തിട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആലോചിക്കുകയാണ് കേട്ടോ. അതായത് ഇത്രത്തോളം സ്നേഹമുണ്ടായിട്ട് ഇവൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നാണ് അവൾ ചിന്തിക്കുന്നത് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവർ ഒരുമിച്ച് എടുത്ത ഫോട്ടോസ് ഉണ്ടായിരിക്കും. ആ ഫോട്ടോ ആണെങ്കിൽ ഇവൾ എടുത്ത് തല്ലി പൊട്ടിക്കാൻ കേട്ടോ. അതായത് ഇത്രത്തോളം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൾ വെറുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ടൈമിലാണെങ്കിൽ ശബ്ദം കേട്ട് നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല എന്താ പറ്റിയെന്ന് ചോദിക്കുന്നത്, എനിക്ക് കൈ മുറിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്, ഞാൻ ബ്ലൈൻഡ് അല്ലേ അതുകൊണ്ട് എൻ്റെ കൈ തട്ടി പോയതാന്ന് പറയുന്നുണ്ട്, എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവൻ്റെ കഴുത്തിൽ ഇങ്ങനെ പാടുകളൊക്കെ അവൾ കാണുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇപ്പോൾ ഓൾറെഡി കണ്ണ് കാണാം, പക്ഷേ നമ്മുടെ ഹീറോയ്ക്ക് അറിയില്ല കേട്ടോ. ഹീറോയിന് മുന്നിൽ അവൾ ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എന്താ നീ വല്ലാണ്ടിരിക്കണേ ചോദിക്കണേ, നിനക്ക് ഫീവർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് എനിക്കൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ നൈറ്റ് ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഇവർ രണ്ടുപേരും കിടക്കുകയാണ്. ഈ ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ ഇങ്ങനെ പാട്ട് പാടി ഇങ്ങനെ ഉറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവളുടെ മുന്നിൽ നല്ല കെയറിങ് ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ ഉണ്ടല്ലോ ഫോൺ നോക്കുന്നുണ്ട്. ആ ടൈമിലാണെങ്കിൽ ഇവൻ്റെ ആ കെല്ലി ഉണ്ടല്ലോ ആ പെണ്ണാണെങ്കിൽ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് വരാൻ പറഞ്ഞിട്ടാണ്. ആ പെണ്ണ് ഇവിടെ തന്നെയാണല്ലോ താമസിക്കുന്നത്. എന്നിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ പേര് മമ്മ എന്നാണ് കേട്ടോ. മമ്മ എന്ന് വിളിക്കുന്നുണ്ട്. അതായത് ഇവൾ ഉറങ്ങുമെന്ന് കൺഫേം ചെയ്യാനാണ് കേട്ടോ. അപ്പോഴേക്കും ആ പെണ്ണ് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഈ പെണ്ണ് ഹീറോയിനെ വിളിച്ചിട്ട് വായു നമുക്ക് പോവാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവന് നമ്മുടെ ഹീറോയിനെ തിരിഞ്ഞ് നോക്കിയാണ് പോകുന്നത് കേട്ടോ. എന്നിട്ട് ഇവള് പറയാണ് അവൾ എന്തായാലും ഓൾറെഡി ഉറക്കല്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വലി നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല. അവളാണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് ഇവളും ഫീലായിട്ട് കരയാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ
ഇവനൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ വിളിച്ച് വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ എല്ലാ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കെല്ലി വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കൈ പിടിച്ചിട്ടായിരിക്കും പോവുക ഒരുമിച്ച് കേക്ക് കട്ടായി വെച്ചിട്ട്. എന്നിട്ട് ഈ കെല്ലി വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പിടിച്ച് വലിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ നിന്ന് ഹീറോ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് കണ്ടിട്ട് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളൊന്നും മിണ്ടണില്ല, കാരണം അവൾ ബ്ലൈൻഡായിട്ട് ആക്ട് ചെയ്യാണല്ലോ. അപ്പോൾ ഇതേ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ പറയാണ്, വാ മേഡം നമുക്ക് കേക്ക് കട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടേക്കൊന്നും പോകണമെന്നില്ല. ഇവളാണെങ്കിൽ നമ്മുടെ അസിസ്റ്റൻറ്റ് തിരിഞ്ഞ് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോ ആയിട്ടുള്ള റിലേഷൻ തന്നെ ഇവൾ കട്ടാക്കാൻ പോവാണ്. പിന്നെയാണ് ഈ വെഡിങ് ആനിവേഴ്സറി എന്നാണ് അവൾ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ഇങ്ങനെ പോകുന്നതാണെങ്കിൽ നമ്മുടെ ഈ അസിസ്റ്റൻ്റ് ആണെങ്കിൽ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവന് സംശയം നമ്മുടെ ഹീറോയിന് കണ്ണ് കാണാവുന്നു, കാരണം ശരിക്കും കണ്ണ് കാണാൻ ആൾക്കാർ പോകണ പോലെയാണ് അവൾ പോണത്. എന്നിട്ട് ഇവളാണെങ്കിൽ നേരെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെയും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അതൊക്കെയാണെങ്കിൽ ഇവളെടുത്ത് കത്തിച്ച് കളയാണ് കേട്ടോ. അതായത് ഇവൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒന്ന് സൂക്ഷിച്ച് വെക്കേണ്ട. അതുപോലെ വെഡിങ് മോതിരം ഇട്ട് കത്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഹീറോ സോറി പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് അർജൻറ്റായിട്ടൊരു വർക്ക് വന്നാൽ അതാ ഞാൻ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോ പറയുകയാണെങ്കിൽ ഇനി തൊട്ടുള്ള വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ എന്തായാലും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും പ്രോമിസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ തവണത്തേക്ക് നീ ക്ഷമിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാനുണ്ടാവില്ല എന്ന്. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തെവിടെ കത്തിക്കണേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, ഇല്ല കുറച്ച് ഡേറ്റ് ആയിട്ടുള്ള തിങ്സ് കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ കെല്ലിനും ഹീറോയിനാണ് കേട്ടോ. കെല്ലിയാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവളെയാണെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോണത്. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നോക്കിയിട്ടുണ്ടായിരുന്ന ഡോക്ടർ ഉണ്ടായിരിക്കും കേട്ടോ, കണ്ണിൻ്റെ. ആ ഡോക്ടറാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മാൻമേൻ്റെ ഹസ്ബൻഡെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും അതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഡോക്ടറാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ കണ്ണിന് ഓൾറെഡി കാഴ്ച കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം അവളെ കാഴ്ചയൊക്കെ എന്തായാലും റെഡി ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിന് കാഴ്ച തിരിച്ച് കിട്ടുന്നുണ്ടല്ലോ. എന്നിട്ട് ഇവന് ചോദിക്കും സത്യമാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഡോക്ടറും പറയുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ ഈ പെണ്ണിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണിന് നമ്മുടെ ഹീറോയിന് കാഴ്ച കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്തേക്ക് പോകുമെന്ന് അവൾക്കറിയാം. ഇവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ പേര് വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ഓടണം കേട്ടോ. ആക്ച്വലി നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഹീറോയിനോട് ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്തോ ഈ പെണ്ണിനോട് എന്തോ ഒരു അട്രാക്ഷൻ തോന്നി അത്രമാത്രം കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിലോ ഓടുന്ന ടൈമിലാണെങ്കിലോ നമ്മുടെ ഈ പെണ്ണും ഇവനായിട്ട് റൊമാൻസ് ചെയ്ത ഞങ്ങൾക്ക് ആലോചിക്കാൻ കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ്റെ മുന്നിൽ വെച്ചിട്ട്. അപ്പോൾ ഇത് ആലോചിക്കുമ്പോൾ ഇവന് എന്തോ ചെറുതായിട്ടൊക്കെ മനസ്സാക്ഷി കുത്തുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഹീറോയിനെ ഇവൻ ചീറ്റ് ചെയ്തല്ലോ. എന്നിട്ട് ഇവൻ നേരെയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോയിൻ കത്തിച്ച് കളഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ ഇതൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ മോതിരം കിടക്കുന്നുണ്ടായിരിക്കും കേട്ടോ, വെട്ടി മോതിരം. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവനൊന്ന് ഷോക്കാവാൻ കേട്ടോ. എന്നിട്ട് ഇവൻ ചോദിക്കണല്ല ഇതെങ്ങനെ ഇവിടെ വന്നതെന്നാണ് ചിന്തിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ മോതിരം എടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോ അവിടുത്തെ സെർവൻറ്റിനെ വിളിക്കേണ്ടത്. എന്നിട്ട് ചോദിക്കേണ്ട മാൻമ എവിടെയും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സെർവൻറ്റ് പറയേണ്ടത് മേഡം എവിടെ ഇല്ലാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് അവളെവിടേക്ക് പോയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ സെർവൻറ്റ് പറയുന്നുണ്ട് മാഡം തിങ്സൊക്കെ പാക്ക് ചെയ്ത് ലഗേജായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. അരമണിക്കൂറായി പോയിട്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ എന്തൊക്കെ സംശയം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ നൈറ്റ് അവൾ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഡയറക്റ്റ് ആയിട്ടുള്ള തിങ്സാണ് കത്തിക്കണേന്ന്. അപ്പോൾ ആ കൂട്ടത്തിൽ വെട്ടിമോതിരം ഉണ്ടായിരിക്കില്ല. അപ്പം നമ്മുടെ ഹീറോയ്ക്ക് സംശയം നമ്മുടെ ഹീറോയിനെ എന്തെങ്കിലും കറന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആലോചിച്ച് നോക്കുകയാണ് കേട്ടോ. ഇവൻ വെട്ടിങ് മോതിരം നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഈ സെർവൻറ്റ് പറയുന്നുണ്ട് മാഡം പോയിട്ട് കുറച്ചായിട്ടുള്ളൂ എന്ന് പറയേണ്ടത് ഒന്ന് കോൾ ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. അത് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് നീ എവിടെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുകയാണ് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ തിരിച്ച് വരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും എന്നെക്കാളും വലുത് നിങ്ങളുടെ സെക്രട്ടറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്തായാലും അവളെ കൂടെ താമസിച്ചു എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഡിവോഴ്സ് തന്നിട്ടാണ് പോകണമെന്ന് പറയുന്നുണ്ട്. അതായത് ഡിവോഴ്സ് പേപ്പർ ഇവിടെ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിനക്ക് കണ്ണിന് കാഴ്ച കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവളും പറയുന്നുണ്ട് എനിക്ക് കണ്ണിന് കാഴ്ച എത്ര ദിവസമായി കിട്ടും നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നത് നീ എന്താ ഹൈഡ് ചെയ്ത് വെച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് ഒന്നില്ല എന്ന് പറയുന്നുണ്ട് എന്നെക്കാളും ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് അവളല്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് അവൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്തായാലും കൺഗ്രാറ്റ്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഞാൻ എന്തായാലും ഇവിടെ
ജോലിക്ക് വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഹലോ ഹലോ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അതൊന്നും കേൾക്കില്ല. എന്നിട്ട് എയർപോർട്ടിലേക്ക് പോകാമെന്നായിരിക്കും അവിടുത്തെ ഡ്രൈവറോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിട്ട് അവൻ പുറത്ത് കരഞ്ഞിട്ട് പറയാണ് ഞാൻ കാരണമാണ് അവൾ പോയെന്ന് പറയുന്നുണ്ട്, ഞാൻ തെറ്റായിരുന്നു പറയുന്നുണ്ട്. പക്ഷേ മാൻമു നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് നീ കഴിഞ്ഞിട്ടുള്ള വേറെ ആരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ആ ഒരു കാര്യം സ്ട്രൈക്കാണ്. നമ്മുടെ ഹീറോയിനെ എയർപോർട്ടിൽ പോകുന്നല്ല പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നേരെ എയർപോർട്ടിൽ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനൊന്നും കാണുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ഉള്ള പേര് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഈ സൈഡിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾ പോകുന്നത് കാണുന്നില്ല, നമ്മുടെ ഹീറോയിനും കാണുന്നില്ല കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ഭയങ്കര വിഷമാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഓർമ്മകളൊക്കെയാണ് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ അവിടെ ഇരിക്കുന്ന പോലെയൊക്കെയാണ് അവന് തോന്നുന്നത്. നമ്മുടെ ഹീറോയിൻ അവന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവന് വായിൽ വെച്ച് കൊടുക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ ആലോചിക്കാൻ കേട്ടോ. അതായത് അവളും ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത നിമിഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് അവൻ ആലോചിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ബെഡ്റൂം വന്ന് കിടന്നിട്ട് പറയാണ് മാൻമു നീ എവിടെയാണെന്ന് ചോദിക്കേണ്ടത്, നീ തിരിച്ചു വാങ്ങുന്നു പറയുന്നുണ്ട് കേട്ടോ. ഇവൻ കരയാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. അവളാണെങ്കിൽ അവളെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവളുടെ ഫ്രണ്ട് പറയാണ് എന്തായാലും നീ ഇപ്പോഴെങ്കിലും തിരിച്ചു വന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ തന്നെ തിരിച്ച് നമ്മുടെ ജോബിലേക്ക് ജോയിൻ ചെയ്യാൻ പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിന് പറയുന്നത് ആക്ച്വലി ഒരു ഹൗസ് വൈഫ് മാത്രമല്ല കേട്ടോ, അവൾ നല്ലൊരു പ്രൊഫസറാണ്. അത് നമ്മുടെ ഹീറോയ്ക്കൊന്നും അറിയില്ല കേട്ടോ. ഇവളുടെ പേര് ആക്സിൻഷൻ എന്നാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫ്രണ്ടും പറയുന്നുണ്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ജോബിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഈ ഫ്രണ്ടാണെങ്കിൽ ഇവൾക്ക് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൾ ചോദിക്കുന്നുണ്ട് എന്തിനാ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവനും പറയുന്നുണ്ട് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെക്കനാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനോട് ഒരു ക്രഷൊക്കെ ഉണ്ട് കേട്ടോ. അവന് പണ്ട് തൊട്ട് നമ്മുടെ ഹീറോയിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. അവനാണെങ്കിൽ നമ്മുടെ കെല്ലി ഉണ്ടല്ലോ, അവൾ പ്രഗ്നൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ കൊച്ചിനാണെങ്കിൽ അബോർഷൻ ചെയ്യാൻ വന്നിക്കാണ് കേട്ടോ. അതായത് ഇവന് ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഹീറോയിൻ തന്നെയാണ്. ഇവൻ പറയാണ് ഈ കുട്ടി നിനക്ക് വേണ്ടാന്ന് പറയുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. എനിക്ക് വലുത് എൻ്റെ വൈഫാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഡോക്ടറോട് പറയുന്നുണ്ട് അബോർഷൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ കെല്ലിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കെല്ലി പറയണം നീയൊക്കെ ഒരു മനുഷ്യനാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിൻ്റെ കൊച്ചിന് നീ അബോർഷൻ ചെയ്ത് കളയില്ലെന്ന് പറഞ്ഞിട്ട് ഇവനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിനും അതുപോലെ അവളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നിക്കാണ് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഫംഗ്ഷൻ അല്ല, നമ്മുടെ ഹീറോയിന് വെച്ചിട്ടുള്ള ഫംഗ്ഷനാണ് കേട്ടോ. അതായത് ഇവൾ ഫേമസ് ആയ ഒരു പ്രൊഫസറാണല്ലോ, ഇവളുടെ പേരാണല്ലോ ആക്സിൻഷൻ. ഇത് കഴിഞ്ഞിട്ട് ഇവളോട് ഫ്രണ്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ അർജൻറ്റായിട്ട് ഒരു വർക്കിന് പോവാണ്, ഞാനിപ്പോൾ വരാം, നീ ഇവിടെ നിൽക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നീ പൊക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ കെല്ലി അവിടേക്ക് വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് നീ ഭയങ്കരമായിട്ട് വണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ ഹെൽത്തി ഫുഡൊക്കെ കഴിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ മൈൻഡ് ചെയ്യണില്ല കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ഹീറോ പിറകിൽ പോയിട്ട് കൈ പിടിച്ചിട്ട് പറയാണ് എന്നോടൊന്ന് ക്ഷമിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ചെയ്ത് തെറ്റാന്ന് പറയുന്നുണ്ട്, എനിക്കൊരു ചാൻസ് തരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒന്നും മിണ്ടണില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് പ്ലീസ് പറയുന്നുണ്ട് എന്നെ വീട്ടിൽ നീ പോവല്ലേ എന്ന് പറയുന്നുണ്ട്, എത്ര ദിവസം നിന്ന് മിസ് ചെയ്തെന്ന് പറയുന്നുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ കെല്ലി അവിടേക്ക് വരുന്നുണ്ട്. ഇവൾക്കാണെങ്കിൽ ഇവളിങ്ങനെ സംസാരിക്കുന്നത് കണ്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് കെല്ലി വന്നിട്ട് ചോദിക്കുകയാണ് നീ എന്തിനാ ഈ ഫംഗ്ഷൻ വന്നതെന്ന് ചോദിക്കേണ്ടി കേട്ടോ. കണ്ടില്ലേ നിൻ്റെ ഡ്രസ്സ് കണ്ടില്ലേ എത്ര പൂറാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വെറുതെ അപമാനിക്കേണ്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ തിരിച്ചൊന്നും മിണ്ടില്ല. എന്നിട്ട് കെല്ലി പറയാണ് നിന്നെപ്പോലുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ നല്ല ഇതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്, കൺട്രികൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല രീതിയിൽ അവൾ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഈ ഫംഗ്ഷൻ തന്നെ വെച്ചാണത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കെല്ലി ചോദിക്കുന്നത് നിനക്ക് വേണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് അതിന്ന് പറയുന്നുണ്ട് എൻ്റെ പേരാണ് ആക്സിൻഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കെല്ലിയും പറയുന്നത് എന്ത് നീയോ ആക്സിൻഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് അതിന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കെല്ലി വിചാരിക്കും നമ്മുടെ ഹീറോയിനാണോ പറയുന്നതാണെന്ന് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ തന്നെയാണല്ലോ ആ പ്രൊഫസർ. എന്നിട്ട് ഇവൾ വിശ്വസിക്കുന്നില്ല കേട്ടോ. പിന്നെ നിന്നെ പോലുള്ളൊരു കൺട്രികളല്ലേ ആ ആക്സിൻഷൻ എന്ന് പറഞ്ഞ് ഇത്ര വലിയ ഫേമസ് ആയി വ്യക്തി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ കയറിയിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പേരാണ് ആക്സിൻഷൻ എന്ന് പറഞ്ഞിട്ട് ഇവൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഈ കെല്ലി പറയുകയാണെ ഇവള് വെറും കൺട്രികളാന്ന് പറയുന്നുണ്ട് കേട്ടോ, ഇവള് വെറുതെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാരും അതേ എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ കെല്ലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് എന്തോ പോലെ അവിടെ നമ്മുടെ ഹീറോയിനെ എല്ലാവരും അപമാനിക്കും. എന്നിട്ട് ഹീറോ വന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് പറയാണ് വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇവളെ കൈമ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയും പറയേണ്ടത് എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയേണ്ടത് വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ കെല്ലി പറയാണ് കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവളാണ് ആ ഫേമസ് പ്രൊഫസർ എന്നൊക്കെ
എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ വീണ്ടും നമ്മുടെ ഹീറോയിനെ അപമാനിക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ വരുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇവൾക്കിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറേ നേരം ഇവൾ നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ അത് കേട്ട് നിൽക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ ഇത് അടി കിട്ടി കഴിയുമ്പോൾ ഇവളൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഫ്രണ്ട് പറയുന്നുണ്ട്, നീ ആരെ അപമാനിച്ചെന്ന് ചോദിക്കുന്നുണ്ടോ, നീ വാക്സിനേഷനാണ് അപമാനിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കെല്ലി ചോദിക്കുന്നുണ്ട്, എന്താ വാക്സിനേഷനോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനും പറയണ അതേന്ന് പറയുന്നുണ്ട്, ഹീറോയിനാണ് ആ പ്രൊഫസർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ അവിടേക്ക് കയറി വരുന്നുണ്ട് ഹീറോയിൻ്റെ അടുത്ത്. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരോടൊക്കെ പറയാണ്, ഈ ഫേമസ് ആയ പ്രൊഫസർ വേറെ ആരല്ല നമ്മുടെ ഹീറോയിനാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കെല്ലിക്കും അതുപോലെ ഹീറോയ്ക്കും ഷോക്കാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പറയാണ് ഈ കെല്ലിനെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കാൻ പറയുന്നുണ്ട് കേട്ടോ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ അടുത്ത്. അങ്ങനെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു സ്പീച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ. കാരണം വെറും ഹൗസ് വൈഫായിരുന്ന അവളാണെങ്കിൽ ഇത്രയും നല്ല ഫേമസ് ആയ പ്രൊഫസറാണെന്ന് അവൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവനൊരിക്കലും അറിയില്ലായിരുന്നു ഇവൾ ഈ പ്രൊഫസറാണെന്ന് കേട്ടോ. അതായത് ഇവൻ്റെ മുന്നിൽ ഇവൻ്റെ ഐഡൻറ്റിറ്റി ഇവളാണെങ്കിൽ മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെടുത്ത് വന്നിട്ട് സോറി പറയുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ ഇതുവരെ ചെയ്തൊക്കെ തെറ്റാണ്, നീ എനിക്കൊരു ചാൻസ് തരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, നിനക്ക് ചാൻസ് തരാമെന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചതാ, പക്ഷെ നീ എന്നെ ചീറ്റ് ചെയ്തില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഹീറോയും പറയാണ് അവൾ പ്രഗ്നൻ്റ് അല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എന്തായാലും ഒരു അച്ഛനാവാൻ പോലെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഞാൻ ആ കുട്ടീനെ അബോർഷൻ ചെയ്ത് കളഞ്ഞെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, നീ എന്ത് ചെയ്താലും ശരി ഞാൻ നിൻ്റെ ലൈഫിലേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നിന്നെ ഞാൻ അത്രത്തോളം വെറുത്തു നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്. ഒരുപാട് നിന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ നിന്നെ ഞാൻ വെറുക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്, എന്നോട് നിനക്കൊരു തുള്ളി സ്നേഹം പോലും ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിന്നെ എനിക്ക് ഇഷ്ടമല്ല, ഐ ഹേറ്റ് യു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ അവിടെ വീഴുന്നുണ്ട് കേട്ടോ. അതായത് ഇല്ല നീ വെറുതെ പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട്, അല്ല എന്ന് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ വെറുതെ എൻ്റെ പിറകിൽ കൂടെ നടക്കണമെന്ന് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഗീവ് അപ്പ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിന്നെ ഞാൻ ഒരിക്കലും ഞാൻ മിസ്സാക്കില്ല, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനും അതുപോലെ ആ ഫ്രണ്ടിനാണ് കേട്ടോ. ഇവർ രണ്ടിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവരെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ വീണ്ടും നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്, നീ വാ എൻ്റെ കൂടെ തിരിച്ച് വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. വാ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് അവളെ കൈ പിടിക്കേണ്ട. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഫ്രണ്ടിന് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പിടിച്ച് തള്ളുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ എന്തിനാ ഇവളെ വീണ്ടും ഹേർട്ട് ചെയ്യാൻ വരണേ എന്നാണ് നമ്മുടെ ഈ ഫ്രണ്ട് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഇതെൻ്റെ വൈഫാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് ഈ ഫ്രണ്ട് പറയുന്നുണ്ട്, വൈഫെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ ഇവളെ ചീറ്റ് ചെയ്തല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോ പറയുന്നത് അത് ചോദിക്കുക, നീ ആരാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ടിനെ നോക്കിയിട്ട് പറയാണ്, ഇവൻ എൻ്റെ ബോയ് ഫ്രണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോ ഷോക്കാവാൻ കേട്ടോ. എന്ത് ബോയ് ഫ്രണ്ടാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട്, അതേ സത്യം എന്ന് പറയുന്നുണ്ട്, ഇവൻ എൻ്റെ ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഇവനും പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ഇത് കേട്ട് ഷോക്കായി നിൽക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, സോറി നിന്നെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും പറയുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് നിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയില്ല എന്ന് പറയാം, ഞാൻ ജസ്റ്റ് ആക്ട് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഈ ഫ്രണ്ടിനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ പറയുന്നുണ്ട്, എപ്പോഴാണ് അവൻ ഞാൻ റിയലായിട്ട് നിൻ്റെ ബോയ് ഫ്രണ്ട് ആവാന്ന് അവൻ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണെങ്കിൽ നമ്മുടെ ഹീറോ വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ടൊരു ഫ്ലവർ കൊടുത്തിട്ടാണെങ്കിൽ അവൾ പ്രപ്പോസ് ചെയ്യാനായിട്ട് ഇവൻ പറയാണ്, ഒന്നും കൂടി നമുക്ക് മാരേജ് ചെയ്യാമെന്ന് പറയാണ്. കാരണം ഓൾറെഡി ഒരു ഡിവോഴ്സ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരാനായിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, പ്ലീസ് നീ എൻ്റെ കൂടെ വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയാണ്, നിന്നോട് ഞാൻ എല്ലാം തുറന്ന് പറയുന്നതല്ലേ എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന്, പിന്നെ നീ എന്തിനാ എൻ്റെ വീട്ടിൽ ഫോളോ ചെയ്ത് വരണമെന്ന് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ ഇവിടുന്ന് എണിക്കാൻ പറയണ്ട. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയണില്ല, ഞാൻ എണിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കേട്ടുകൊണ്ട് ആ ഫ്രണ്ട് അവിടേക്ക് വരുന്നുണ്ട്. ഫ്രണ്ട് പറയാണ്, നീ ഇന്നലെ വീണ്ടും ഇവിടെ ശല്യപ്പെടുത്താൻ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ ആരത് പറയും, ഇതെൻ്റെ വൈഫാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ട് പറയേണ്ടത് ഇതിൻ്റെ എക്സ് വൈഫാന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ഡിവോഴ്സ്ഡ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഹീറോ പറയണേ, നിൻ്റെ വിചാരം എന്താ, നിന്നോട് ഇഷ്ടപ്പെടുന്നതാണെന്ന് ചോദിക്കുന്നുണ്ട്, അതിനുള്ള എന്ത് കോൾഡ് നിനക്കോളെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഇത് കേൾക്കുമ്പോൾ എന്തുപോലെ ഉണ്ട്, എനിക്ക് ഇവളെന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് ഈ ഫ്രണ്ടിനാണെങ്കിൽ കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോ ഒന്ന് ഷോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ഒന്ന് ഷോക്കാൻ വേണ്ടിയിട്ട് അവൻ ഇത്രത്തോളം പ്രതീക്ഷയില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയാണ്, നീ എന്താണ് നിൻ്റെ ഹസ്ബൻഡിൻ്റെ മുന്നിൽ വെച്ചിട്ട് വേറെ ഒരാളെ കിസ് ചെയ്യണം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, എന്ത് നീ ഹസ്ബൻഡ് ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, അതിനുള്ള എന്ത് യോഗ്യത നിനക്കുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സെക്യൂരിറ്റി ഗാർഡ്സിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോനെ പിടിച്ച് പുറത്താക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് സെക്യൂരിറ്റി ഗാർഡ്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്, വാ പോവാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയണ്ടില്ല, ഞാൻ വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. മാൻമു നീ എൻ്റെ എന്ന് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവിടെ അലറി വിളിച്ചിട്ടാണ് അവിടെ നിന്ന് പോകേണ്ടത്. എന്നിട്ട് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട് കേട്ടോ, അതായത് കിസ് ചെയ്തതിന്. അപ്പം നമ്മുടെ ഫ്രണ്ട് പറയുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് നിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്ക് എന്തോ ചെറുതായിട്ട് എന്തോ ഗിൽറ്റി പോലെ ഫീൽ ചെയ്തിട്ടോ, കാരണം കിസ് ചെയ്തല്ലോ, അതാണിട്ട് അവൾ സോറി ചോദിച്ചു കഴിഞ്ഞത്. ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിനാണെങ്കിൽ ചെറുതായിട്ട് ഹാപ്പി ആവാൻ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഓൾറെഡി തന്നെ ഇവളെ ലൈക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോ ഇവളെ ഇഷ്ടപ്പെടുന്നേക്കാളും തൊട്ട് മുന്നിൽ തന്നെ നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ ഇവളെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഹീറോ കടന്നു വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഇഷ്ടം ഇങ്ങനെ പറയാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. പിന്നെ ഇവള് ജസ്റ്റ് ഒരു ഫ്രണ്ടായിട്ടാണ് അവനെ കാണുന്നത് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ വീണ്ടും പോവാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ഉണ്ടല്ലോ വീണ്ടും വരാണ് കേട്ടോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് വന്നിട്ട് പറയാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഇവളെ അടുത്തേക്ക് വരുന്നിട്ട് ഇവളാണെങ്കിൽ ഹഗ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരാനിട്ട് ഇവള് പറയാണ്, ഇങ്ങനെ വിടുന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോണെങ്കിൽ വിടണ മട്ട് കാണാനില്ല കേട്ടോ. എന്നിട്ട് ഇവൾക്കാണെങ്കിൽ ദേഷ്യം വന്ന് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ വിടാൻ പറയുന്നുണ്ട്. അതേ ടൈമിൽ കറക്റ്റാണെങ്കിൽ ആ ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ വന്നിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പിടിച്ച് തള്ളുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, നിന്നോട് ഞാൻ എന്തോരം വാങ്ങിച്ചു തന്നിട്ട് നീ വീണ്ടും ദിന നാണല്ലാണ്ട് ഇവളെ പിറകിക്കൂടെ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി അവൾ പറഞ്ഞതല്ല നിന്നെ അവൾക്ക് ഇഷ്ടമല്ലാന്ന്, പിന്നെ നീ എന്തിനാ അവളെ ശല്യം ചെയ്യാൻ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട്, നീ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വരണതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന് പറയുന്നുണ്ട്, ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ആ വീട് വിട്ടിറങ്ങിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ഞാൻ എത്രത്തോളം ഹേർട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ ടൈമിൽ കെല്ലി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കെല്ലി വന്നിട്ട് പറയുന്നത്, നിൻ്റെ ആക്ടിങ് ഒക്കെ അടിപൊളിയാവുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് ഒരേ സമയം എല്ലാ ആൾക്കാരും വേണമല്ലോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് കേട്ട് ദേഷ്യം വരുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ കെല്ലിയുടെ അടുത്ത് പറയാണ്, നീ എന്തിനാ ഒരു ഡോഗ് പോലെ എപ്പോഴും എൻ്റെ പിറകിൽ കൂടെ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ അടിക്കാൻ വേണ്ടി. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ കെല്ലിക്കിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടി കിട്ടുമ്പോൾ നമ്മുടെ കെല്ലി ഒന്ന് ഷോക്കാവുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയാണ്, അവൾ പറഞ്ഞത് ശരിയല്ലെന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഒരു ഡോഗ് പോലെ എപ്പോഴും നീ എൻ്റെ പിറകിൽ കൂടെ വന്ന് നടക്കണേന്ന് പറയുന്നുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിന്നെ എനിക്ക് ഇഷ്ടമല്ലാന്ന്, എനിക്ക് എപ്പോഴും വലുത് എൻ്റെ വൈഫിനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ പേര് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ കെല്ലിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കെല്ലി പറയണം, അപ്പോൾ നിനക്ക് എന്നോട് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയാണ്, നീ എൻ്റെ പണം കണ്ടിട്ടല്ല എൻ്റെ കൂടെ വന്നതെന്ന് പറയുന്നുണ്ട്, അതിന് മുന്നേ തന്നെ എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കെല്ലി പറയാണ്, നീ എത്ര വേഗമാണ് നിന്നെ മനസ്സ് ചേഞ്ചായെന്ന് ഇവളും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവനാണെങ്കിൽ പറയുന്നുണ്ട് സോറി എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ വീണ്ടും ആ ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പിടിച്ച് തള്ളാണ് കേട്ടോ. നീ എന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ പിടിച്ച് തള്ളുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെ നിലത്തേക്ക് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കെല്ലിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആക്ച്വലി കെല്ലിക്ക് നമ്മുടെ ഹീറോനെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഹീറോനാണെങ്കിൽ ഇവരിങ്ങനെ ഉപദ്രവിക്കുകയാണല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇവൾക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഹീറോയ്ക്ക് എത്ര അടി കിട്ടിയാലും ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്തുനിന്ന് പോകണില്ല കേട്ടോ. എന്നിട്ട് കെല്ലി എന്ത് ചെയ്യുമെന്ന് പറയട്ടെ, നീ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഒരു കത്തി എടുത്ത് നമ്മുടെ ഹീറോയിനെ കുത്തം വരും. അപ്പോൾ അതേ സമയത്താണെങ്കിൽ ഫ്രണ്ടാണെങ്കിൽ ഇവളെ ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ വീഴുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയും പറയാണ്, നിങ്ങൾ രണ്ടുപേരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഹീറോയോട് യാതൊരു തരത്തിലുള്ള ഫീലിങ്സോ ഇഷ്ടമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വീട് വിട്ടിറങ്ങിയത്, അതുപോലെ തന്നെ ഓൾറെഡി ഡിവോഴ്സ്ഡാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും അവൻ്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ പിറകിൽ കൂടെ വെറുതെ നടക്കണ്ട, നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ കെല്ലിയാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കണ്ട അവൾ ഓൾറെഡി പറഞ്ഞില്ലേ അവൾക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന്, പിന്നെ നീ എന്തിനാ അവളെ പിറകിൽ കൂടെ ഇങ്ങനെ നടക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്, വാ നമുക്ക് മാരേജ് ചെയ്യാൻ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആകെ തകർന്ന് പോയിട്ട് നമ്മുടെ ഹീറോയും പറഞ്ഞല്ലോ, അതായത് നിന്നെ എനിക്ക് ഇഷ്ടമല്ലാന്ന്. അതൊക്കെ കേട്ടിട്ട് എന്നിട്ട് നമ്മുടെ ഹീറോ പറയാണ്, ശരി നമുക്ക് മാരേജ് ചെയ്യാമെന്ന് പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കെല്ലിനാണെങ്കിൽ പിടിച്ച്
കുളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നത് എല്ലാത്തിനും കാരണക്കാരി നീയാന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എന്നെ സെഡ്യൂസ് ചെയ്ത കാരണമാണ് എൻ്റെ വൈഫ് എന്നെ വിട്ട് പോയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കെല്ലിയും പറയുന്നുണ്ട് അപ്പോൾ നീ എൻ്റെ അടുത്തേക്ക് വന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടും പറഞ്ഞാൽ അവിടെ ഒന്നും രണ്ടും പറഞ്ഞാൽ അടിയാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ കെല്ലി കൊണ്ടുവന്ന കത്തി ഉണ്ടായിരിക്കുമല്ലോ, ആ കത്തിയാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് എടുക്കണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ കെല്ലിനാണെങ്കിലോ നമ്മുടെ ഹീറോ ആണെങ്കിൽ കുത്തുണ്ട് കേട്ടോ. ഒന്നല്ല 3-4 കുത്തുണ്ട്. അപ്പോൾ നമ്മുടെ കെല്ലിയാണെങ്കിൽ അവിടെ വെച്ച് മരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശബ്ദം കേട്ടിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോ വന്നിട്ട് പറയാണ്, സോറി നീ ഇപ്പോഴെങ്കിലും ഒന്ന് എന്നെ വിശ്വസിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് നിന്നെയാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു തെറ്റ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവൾക്ക് എല്ലി മരിച്ചെടുക്കണം കാണുമ്പോൾ ഇവളൊന്ന് ഷോക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നത് എനിക്ക് നിന്നൊന്ന് ഹഗ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട് പറയുന്നുണ്ട് അവൻ്റെ അടുത്തേക്ക് പോകണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എന്തായാലും ഇവൻ എന്നെ ഹെർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ വന്നിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഹഗ് ചെയ്തിട്ടാണെങ്കിൽ ഇവൻ കരയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് ഞാൻ ചെയ്തൊക്കെ തെറ്റാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ലോസ്റ്റ് ചെയ്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നോട് ക്ഷമിക്കും മാനുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കെട്ടിപ്പിടിച്ച് ഇവൻ കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ പോലീസുകാർ വരുന്നുണ്ട്. കാരണം ഓൾറെഡി നമ്മുടെ കെല്ലി മരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ സ്റ്റാഫ് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ടാണെങ്കിൽ ഇവനെ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ പറയാണ് ഐ ലവ് യു മാൻമോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അവനവിടുന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും കുറച്ച് സാഡൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഒന്നില്ലെങ്കിലും അവനെ സ്നേഹിച്ചതായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ടാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് അവൻ്റെ വിധിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൻ ചെയ്തതിനുള്ള തെറ്റ് അവന് കിട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നമ്മുടെ കെല്ലിയുടെ ഡെഡ് ബോഡി ഉണ്ടല്ലോ അതാണെങ്കിൽ ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരത് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് ഞാൻ പറഞ്ഞ കാര്യം എന്തായാലും ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവനിടയ്ക്ക് നമ്മുടെ ഹീറോയിന് പ്രപ്പോസൽ ചെയ്യുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നിങ്ങൾ നല്ലൊരു സീനിയറാണ്, അതുപോലെ നിങ്ങൾ നല്ല ഇൻ്റലിജൻ്റാണ്, നല്ല പേഴ്സണായിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങൾ ആരും ഇഷ്ടപ്പെടും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മാരേജിനോട് ഇനി താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ കരിയറും ജോബാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓൾറെഡി തന്നെ ഇവൾ മാരേജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫെയിലായി പോയല്ലോ, അതുകൊണ്ട് ഇവൾ പേടിച്ചിട്ടാണ് അങ്ങനെ പറയണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിന് കാര്യം മനസ്സിലാവേണ്ട ഇവൻ പറയാണ് എന്നെ റിജക്റ്റ് ചെയ്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് അതല്ല എനിക്ക് കരിയറാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഫ്രണ്ട് പറയുന്നുണ്ട് നിൻ്റെ കരിയറിനായാലും ജോബിനായാലും എന്ത് കാര്യത്തിനായാലും നിൻ്റെ കൂടെ ലൈഫ് ലോങ് ഞാൻ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിനക്ക് എപ്പോഴെങ്കിലും എന്നോടൊരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ നീ എന്നെ കൺസിഡർ ചെയ്യണമെന്ന് നമ്മുടെ ഈ ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് അത്രത്തോളം നിന്നെ ഇഷ്ടമെന്ന് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര നാൾ വെയിറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവളും കുറച്ച് ടച്ചൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയാണ് വേഗം റൂമിലേക്ക് വരാൻ പറയുന്നുണ്ട് കേട്ടോ, റിസർച്ച് ചെയ്യണ റൂമിലേക്ക്. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ എൻ്റെ അടുത്ത് പറയാണ് ശരി ഞാൻ എന്തായാലും നിന്നെ കൺസിഡർ ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിനും ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് അവിടെ നിന്ന് നടന്ന് പോകണോടത്ത് അവിടെ നമ്മുടെ ഈ ഡ്രാമ എൻ്റെ ആവണത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.